ശ്രീ ആൻഡോ പറഞ്ഞത് ശരിയാണ്. അഥവാ ഈ ജാമ്യം ലഭിക്കാതിരുന്നെങ്കിൽ ഒരു പക്ഷേ ശക്തമായ പ്രതികരണം വന്നേനെ. ആ പ്രതികരണം വരുമ്പോഴും കേരളത്തിലുള്ള 18% എന്നുള്ളതാണ് രാജ്യത്താകെയുള്ള 2.3% എന്നുള്ള സഭയുടെ അവസ്ഥ. സഭയ്ക്കുടെ ആന്തരിക പ്രശ്നങ്ങൾ ഒരു വലിയ വിഷയം തന്നെയാണ്. സഭ അകത്തുനിന്നും ആഭ്യന്തരമായി നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. അതിൽ ഈ പറയുന്ന സാമ്പത്തിക പ്രശ്നമുണ്ട്. രണ്ടാമത്തത് കുടിയേറ്റ പ്രശ്നമാണ്. ഇപ്പോൾ തിരിച്ചു വരാത്ത പ്രവാസികളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അതുള്ളത് ക്രിസ്തു മതത്തിലാണ്. ഇപ്പോൾ പുറത്ത് അന്യ രാജ്യങ്ങളിലേക്ക് പോയവർ തിരിച്ചു വരുന്നില്ല, എണ്ണം കുറയുന്നു. ഇതൊക്കെ സഭയ്ക്കകത്തൊരു വിഷയമായിരുന്നു. കേസുകൾ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണല്ലോ. ED അടക്കം ഇൻകം ടാക്സ് അടക്കം വരുന്ന വിഷയങ്ങളുണ്ട്. അത് ആഭ്യന്തര പ്രശ്നമാണ്. ഇത് ബാധിക്കാത്ത പിതാക്കന്മാർ ശക്തമായി പ്രതികരിക്കും, ബാധിക്കുന്ന പിതാക്കന്മാർ അല്പം മിതമായി പ്രതികരിക്കും. അപ്പോൾ പിണക്കിയാൽ എന്താണ് വരാൻ പോകുന്നത് എന്നുള്ള ആശങ്ക അവിടെ നിൽക്കുന്നുണ്ട്, വേറെ രൂപത്തിൽ പ്രതികരിക്കുന്നു. ഇനി ദീപിക ഈ ബാധിക്കാത്ത പിതാക്കന്മാർ എന്ന് പറഞ്ഞ് സഭയെ സംശയ നിഴലിൽ നിർത്തരുത്. എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. എന്റെ അഭിപ്രായം സഭയുടെ വക്താവിനോട് കുറച്ച് പറയണ്ട, അവിടെ നിൽക്കട്ടെ. അപ്പോൾ രണ്ട് തരത്തിലുള്ള പ്രതികരണം വരുന്നത്. എന്റെ ഫ്ലോ തെറ്റിക്കരുത്, എന്റെ ഫ്ലോ പോയി, എനിക്ക് പറയാം, എന്റെ ഫ്ലോ പോയി, ഇതിങ്ങനെ ശരിയല്ല. അപ്പോൾ സഭയിൽ ഭിന്ന സ്വരമുണ്ട് എന്നുള്ളതാണ് അവിടെ യാഥാർത്ഥ്യം.